മിക്ക ദിവസങ്ങളിലും നമ്മൾ ചിക്കൻ എണ്ണയൊന്നും ഇല്ലാണ്ട് ഇതുപോലെയാണ് കേട്ടോ എയർ ഫ്രയറിൽ പൊരിച്ചെടുക്കാറ്. അപ്പം നമുക്ക് ലഞ്ച് ബോക്സ് തയ്യാറാക്കാം. ഉച്ചയ്ക്ക് ചോറും പാത്രം തുറക്കുമ്പോൾ ചോറിൻ്റെ മുകളിൽ ചിക്കനൊക്കെ ഇതുപോലെ കിടന്നു കഴിഞ്ഞാൽ ആരാണല്ലോ ഹാപ്പി ഇല്ലാണ്ടിരിക്കുക. ഈ കൂട്ടത്തിൽ നമ്മൾ പതിവ് പോലെ കടുമാങ്ങച്ചാർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഒലീവ് ഗ്രീൻ ഉപ്പിലിട്ടതാണ് കേട്ടോ. അപ്പോൾ അതും നമ്മൾ വെച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ഒഴിച്ചുകറി ഇത് ഗ്രീൻ ബീൻസ് കറിയാണ് കേട്ടോ. മിക്കവാറും അത് ചപ്പാത്തി, പുട്ട് അങ്ങനെ പലഹാരങ്ങളൊക്കെയാണ് ഉണ്ടാക്കുക. പക്ഷേ എനിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഗ്രീൻ ബീൻസ് എപ്പോഴും കുറച്ച് കുറുകിയ ചാറോട് കൂടിയിട്ട് സെമി ഗ്രേവി ടൈപ്പിൽ ഉണ്ടാക്കുമ്പോഴാട്ടോ കൂടുതൽ ടേസ്റ്റ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പതിവ് പോലെ ഫ്രൂട്ട്സും പിന്നെ ഇന്ന് ചിക്കൻ വിങ്സും അതുപോലെ എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് അതിൽ സോൾട്ടും പെപ്പറും റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട്. കൂട്ടത്തിൽ ബീട്രൂട്ട് ജ്യൂസും ഉണ്ടാക്കിയിരുന്നു. സാധാരണ ഷിബിൻ ചേട്ടന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതൊക്കെ കഴിക്കുമ്പോഴേക്കും വയറ് നിറയേണ്ടതാണ്. പക്ഷേ ഇന്ന് നന്നായി വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോറിൻ്റെ കൂടെ രസം കൂടി വെച്ചിട്ട് ചോറും കൂടി കൊടുത്തായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. ഷിബിൻ ചേട്ടൻ വീണ്ടും വീണ്ടും ഫുഡ് ഇങ്ങനെ ചോദിച്ച് വാങ്ങി കഴിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതുപോലെ തന്നെ ഭക്ഷണം ചോദിച്ച് വാങ്ങി കഴിക്കണം എനിക്ക് എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്തിനാണ് ഈ വാട്ടർ ബോട്ടിൽ കാണിക്കുന്നത് എന്നുള്ളത്. ഒരുപാട് രാജ്യങ്ങൾ നമ്മുടെ കൂടെ സന്ദർശിച്ചൊരു വാട്ടർ ബോട്ടിലാണ് കേട്ടോ ഇത്. എയർപോർട്ടിലൊക്കെ 1-2 തവണ മറന്നു വെച്ചിട്ട് നമ്മൾ ഫ്ലൈറ്റ് കയറിനോടത്തുനിന്ന് നമ്മൾ പിന്നിക്ക് ഓടിയിട്ട് ഇത് എടുത്തുകൊണ്ട് വന്നിട്ടുള്ളതാട്ടോ. അപ്പോൾ ഷിബിൻ ചേട്ടൻ എന്താ കൊണ്ടുപോകാനായിട്ട് വെള്ളം നിറയ്ക്കുമ്പോൾ അതിൻ്റെ മുകളിലത്തെ മൂടി കാണാനില്ല. അപ്പോൾ അതെവിടെ പോയി എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ നമ്മൾ ഷിബിൻ ചേട്ടൻ്റെ ടാറ്റ ബൈ ബൈ പറയാനായിട്ട് പുറത്ത് വന്നു കേട്ടോ. നല്ല ഗ്ലൂമി ആൻഡ് മൂഡി വെതറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ വെതർ. പക്ഷേ വിൻ്റർ തുടങ്ങുമ്പോൾ വലിയ സുഖം ഉണ്ടാവില്ല. എന്നാലും ഈ സമ്മർ അവസാനിക്കാറാവുമ്പോഴുള്ള ഈ ഒരു വെതർ അടിപൊളിയാണ്. കുറച്ച് ദിവസമായിട്ട് ഇവിടെ മഴയാണ്. സമ്മർ വൈൻഡപ്പ് ആയിട്ട് ഓട്ടം സ്റ്റാർട്ടപ്പ് ആവാറായിട്ടുണ്ട്. അപ്പോൾ ബൈ.